ഹലോ ഡിയേഴ്സ്, അങ്ങനെ ഫൈനലി നമ്മുടെ +1 ആ ഒരു റിസൾട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്കിപ്പം മാർക്ക് എത്ര കുറവാണെങ്കിലും നിങ്ങൾ അതിനകത്ത് നിരാശപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങളിപ്പം ഒരുപാട് കേസുകൾ അതിനകത്ത് ഇപ്പം വളരെ കുറഞ്ഞ മാർക്കിൽ സ്റ്റെക്കായി നിൽക്കുന്ന കേസുകളൊക്കെ ഉണ്ടാകും. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ അതിനകത്ത് യാതൊന്നും പേടിക്കേണ്ടതില്ല എന്നുള്ളതാണ് നമുക്കതിനകത്ത് നിങ്ങളുമായി പങ്കിടാനുള്ള പറയുവാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് ഞാൻ ഇതിനകത്ത് പറയുന്നത് ഇപ്പം 10 മാർക്കിന് താഴെയുള്ളവരുണ്ടാകും, അല്ലെങ്കിൽ 20-ൽ താഴെയുള്ളവരുണ്ടാകും, അല്ലെങ്കിൽ ഇപ്പം A+ ആഗ്രഹിച്ചവര് 30-ലും 40-ലും ഒക്കെ സ്റ്റെക്കായി നിൽക്കുന്നവരുണ്ടാകും. അങ്ങനെയൊക്കെ. അപ്പൊ അങ്ങനെ നിങ്ങളിപ്പം എന്താ പറയാ ആവറേജ് ലെവലിൽ നിൽക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പോലുള്ളവർ പിന്നീട് എങ്ങനെ അതിനകത്ത് മികച്ച മാർക്കിലോട്ട് വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇനിയും ഇമ്പ്രൂവ്മെന്റിന് ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ ബാച്ചിലെ ഇമ്പ്രൂവ്മെന്റ് ക്ലാസ്സുകളുണ്ട്. ഓൾറെഡി നോക്കൂ, നിങ്ങൾ വളരെ ആവറേജ് ആയിട്ടുള്ള ഈ പയ്യനൊക്കെ SSLC മിനിമം ഒരു ലാംഗ്വേജ് ഒക്കെ മാറ്റി നിർത്തിയാൽ 3-4 A+ എന്നൊക്കെ പറയുന്നത് മിനിമം A+ ആണ്. അപ്പം ആ ഒരു A+ ഉള്ള പയ്യന് പോലും അവന്റെ സ്ട്രീമിലുള്ള സബ്ജക്ട് SSLCക്ക് മാർക്ക് കുറഞ്ഞിട്ട് VHSC എടുത്തത്, എന്നിട്ട് അവന്റെ സ്ട്രീമിലുള്ള സബ്ജക്റ്റുകൾ VHSCക്ക് അവർക്ക് മാത്സ് ഉണ്ടായിരുന്നില്ല. മാത്സ് പിന്നെ പുറമേ വലിയ സീരിയസ്നെസ് ഒന്നും കൊടുക്കാണ്ട് എക്സ്ട്രാ പുറത്തുനിന്ന് പഠിക്കാം, അങ്ങനെ ചുമ്മാ പഠിച്ചതാണ്. എന്നിട്ടും മാത്സിലെ ആ ഒരു സീരിയസ്നെസ് കൊടുക്കാണ്ട് സൈഡായിട്ട് മാത്സ് പഠിച്ചിട്ട് സ്കൂളിൽ ഇല്ലാണ്ട് ചുമ്മാ മാത്സ് എടുത്ത് പഠിച്ചിട്ട് പോലും മാത്സിലും അത്ര കിട്ടിയില്ല. ബാക്കി അവന് സ്ട്രീമിലുള്ള സബ്ജക്റ്റുകളിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിലെല്ലാം A+ നേടി. അപ്പൊ നിങ്ങൾ വളരെ കുറഞ്ഞ സ്കോറിലുള്ളവരാണെങ്കിൽ, അതുപോലെ തന്നെ 2 വട്ടം ഇത്തവണ ഇമ്പ്രൂവ്മെന്റിന്റെ റിസൾട്ട് കുറച്ച് മുന്നേ വന്നിരുന്നു. +1 റിസൾട്ടിന്റെ മുന്നേ വരും +1 ഇമ്പ്രൂവ്മെന്റ് റിസൾട്ട്. അപ്പൊ അത് വന്നപ്പോൾ തന്നെ നമ്മുടെ 2 തവണ ഫെയിൽ ആയവർക്ക് പോലും അതിനകത്ത് ആദ്യം അവർ ഫെയിലായി, പിന്നെ എക്സാം എഴുതി ഫെയിലായി, അങ്ങനെ 2 തവണ ഫെയിലായിട്ട് പിന്നെ ബാച്ചിൽ ജോയിൻ ആയി. നമ്മുടെ ബാച്ചിൽ ജോയിൻ ആയപ്പോൾ കണ്ടോ +1 തന്നെ അതിനകത്ത് ഡബിൾ പാസ് ആയി. അപ്പൊ നിങ്ങളിപ്പോ എത്ര മാർക്ക് 8, 10-ൽ താഴെ, 20-ൽ താഴെയൊക്കെ ആണെങ്കിലും നിങ്ങൾ ആലോചിക്കുക, ഇമ്പ്രൂവ്മെന്റ് എഴുതിയിട്ട് തന്നെ നിങ്ങൾക്ക് ഡബിൾ പാസും അല്ലെങ്കിൽ A+ ഒക്കെ നേടാൻ ഇനിയും ചാൻസ് ഉണ്ട്. അതുപോലെ ഇവർ 2 വട്ടം തോറ്റ, അതായത് ബിലോ ആവറേജ് നിൽക്കുന്ന സ്റ്റുഡൻസ് ആയിരുന്നു ഇവർ. എന്നിട്ട് പോലും ഇവർക്ക് കണ്ടോ A+ അടുത്തൊക്കെ എത്തി, +2-ൽ 46-ന്റെ അടുത്തും അങ്ങനെയൊക്കെ. അപ്പം അങ്ങനെ ഒരുപാട് കേസുകളുണ്ട്. ഞാൻ പ്രത്യേകിച്ച് അതൊന്നും പറയുന്നില്ല. ഫിസിക്സിലൊക്കെ ഫെയിൽ ആയി വന്നിട്ട് കണ്ടോ 16 മാർക്ക് വിട്ട് +1 ഫെയിൽ ആയി വന്നിട്ട് പിന്നീട് കുറഞ്ഞ സമയം കൊണ്ട്, ഇത് സേബാച്ചിൽ റിസൾട്ട് ആണ്, അതായത് ഒരു 10-25 ദിവസത്തെ ക്ലാസ്സുകൾ കൊണ്ട് 40 അറൗണ്ട് ഒക്കെ എത്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട്. അപ്പൊ നമ്മുടെ ഇമ്പ്രൂവ്മെന്റ് ബാച്ച് കാര്യങ്ങളുണ്ട്. ഒരുപാട് കേസുകളുണ്ട്, 9-31, 10-28, 14, അങ്ങനത്തെ ഫെയിൽ ആയ കേസുകളാണ്. അല്ലാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആവറേജ് നിൽക്കുന്ന ഒരു സ്റ്റുഡന്റിന്റെ മറ്റൊരു കേസ്, അതിനകത്ത് അവന്റെ സ്ട്രീമിലുള്ള സബ്ജക്റ്റുകളൊക്കെ ഫുൾ A+ വാങ്ങിച്ച കേസുകൾ, അങ്ങനെ ഒരുപാട് കേസുകളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ബാച്ച് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് അതിനകത്ത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒക്കെ എങ്ങനെയാണ് അതിനകത്ത് ഓരോ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾക്ക് ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ ഈ നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. അതായത് എന്റെ നമ്പർ ഇതാണ് 77 36 70 70 45. മാത്രമല്ല നിങ്ങൾക്ക് നമ്മുടെ ഇമ്പ്രൂവ്മെന്റ് കമ്മ്യൂണിറ്റി ഉണ്ട്. ഒപ്പം ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ആക്കി വെച്ചോളൂ. ഇനിയിപ്പം ഇൻസ്റ്റയിലാണ് കാണുന്നതെങ്കിൽ ഇൻസ്റ്റ നിങ്ങൾ ഫോളോ ആക്കിക്കോളൂ. ഇൻസ്റ്റയിൽ നമ്മൾ റീൽസ് ആയിട്ടായിരിക്കും, പക്ഷേ യൂട്യൂബിൽ ഇതിനകത്ത് ഈ ഒരു ഡോക്ടർ IPS ക്ലാസ് 11, 12 ആൻഡ് NEET എന്ന് പറഞ്ഞിട്ടായിരിക്കും യൂട്യൂബിൽ. നിങ്ങൾ ഫേസ്ബുക്കിൽ എന്താ പറയുക ഇൻസ്റ്റഗ്രാമിൽ കാണുന്നവരാണെങ്കിൽ അതിനകത്ത് ആ ഒരു ചാനൽ യൂട്യൂബിൽ പോയിട്ട് സെർച്ച് ചെയ്ത് അത് നിങ്ങൾ സബ്ബാക്കിക്കോളൂ. ഒരുപാട് വീഡിയോസ് അതിനകത്ത് വരും, ഇമ്പ്രൂവ്മെന്റുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് കാര്യങ്ങൾ. ഇപ്പം ബാച്ചിൽ ജോയിൻ ആകാൻ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങളെ കൂടെ നിന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മുടെ ക്ലാസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ആ കാര്യങ്ങളൊക്കെ മറക്കണ്ട. അപ്പം എന്തായാലും ആ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ വെക്കാം, ഇമ്പ്രൂവ്മെന്റ് കമ്മ്യൂണിറ്റിയുടെ, അതിലും നിങ്ങൾ ജോയിൻ ആയിക്കോളൂ. അപ്പോൾ ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.